ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പെരിഞ്ജീരകം, മുളക് പൊടി, ഗരം മസാല, ഓയിലല്ലേ, കുറച്ച് ഓയില്, പിന്നെ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതാണ് മസാലയുടെ കൂട്ട്. ചിക്കൻ്റെ അരപ്പിൽ ഇനി തേങ്ങാപ്പീര എടുക്കും അല്ലേ. ചിക്കൻ വറക്കാനായിട്ട് ഉപയോഗിച്ച അരപ്പാണ് അതിൻ്റെ ബാക്കി എടുത്തു വെച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് ഫ്രൈ പോലെ ആക്കിയിട്ട് അതിനകത്ത് തേങ്ങാപ്പീര ചൂടാക്കിയിട്ട് തേങ്ങാപ്പീര ഇട്ടിട്ട് അതിനെ എവിടെയല്ല തുമ്പോടെ ആക്കിയിട്ടില്ല, മിക്സ് ആക്കണം. ഇതിന് എന്തോരം ആവണം? ഒന്ന് മിക്സ് ആയാൽ മതി. ചെറിയ ബ്രൗൺ കളർ ആവും അല്ലേ? ഓക്കെ. തേങ്ങ ചെറുതായിട്ട് ബ്രൗൺ കളർ പോലെ ആവണം വരെ ഒന്ന് വറുത്തെടുക്കും. കറിവേപ്പിലയും പച്ചമുളകും ഇട്ടു കേട്ടോ. കറിവേപ്പിലയും പച്ചമുളകും. ഇതാണ് പയ്യോളി ചിക്കനുള്ള മിക്സ്. ഇതുവരെ പറഞ്ഞില്ല എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. പയ്യോളി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണേ. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വറുത്ത് വെച്ച് ചിക്കൻ മിക്സ് ആക്കും. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ റെഡിയാവും. നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ നല്ല വെളിച്ചെണ്ണയിലാണ് വറുത്തേക്കണേ. നമ്മുടെ മസാല റെഡിയായി. ഇനി അതിനെ നമ്മുടെ വറുത്ത് വെച്ച ചിക്കനിലേക്ക് ഇതിൻ്റെ മുകളിലേക്കിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ പയ്യോളി ചിക്കൻ സംഭവം സെറ്റാണ്. ഇനി ഇടുമോ? തിരിച്ചിടും. മിക്സ് ആക്കാനുള്ള എളുപ്പത്തിന് തിരിച്ചിടുവാണേ. എത്ര തവിയാ? ഞാൻ പിടിക്കാം. കറിവേപ്പില നാടൻ കറിവേപ്പില, നാട്ടിൽ നിന്ന് പറഞ്ഞ കറിവേപ്പില കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനകത്തേക്കാണ് ഇടാം. കടക്കാര് കാണിക്കുന്നില്ല, പൊക്കി മറിക്കുന്നു. പയ്യോളി ചിക്കൻ, നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ലുക്കല്ലേ?